ബാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചന്ന, അതായത് ഈ കറുത്ത കടല കൊണ്ട് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വന്നിട്ട് നല്ല ഒരു വൈറ്റമിനാണ് ഈ കടല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാനിത് ഒരു 1/4 കിലോ കടല പിന്നെ ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അങ്ങനെ കുതിർക്കണം. അതിൻ്റെ 8 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കണം. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് തരിതരിയായിട്ട് അരച്ചെടുക്കണം. നല്ല പോളിഷായിട്ട് അരയ്ക്കാൻ പാടില്ല. നമ്മൾ പരിപ്പോടൊക്കെ അരയ്ക്കുന്നത് പോലെ തരിയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നേ. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തരിതരിയായിട്ട് പോളിഷായിട്ട് അരയ്ക്കരുത്, നമ്മുടെ വിലക്കത് ശരിയാകത്തില്ല. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ, ഇപ്പോൾ തീരെ നിങ്ങൾക്ക് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം. തീരെ ഡ്രൈ ആയിരുന്നെങ്കിൽ അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇനിയിപ്പോൾ നമുക്കിതിൽ ചേരുവകളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടു, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കര, കായം കൂടെ ചേർത്തിടും. കായപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ജീരകം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ പെരിഞ്ജീരകം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ്, ആ മണം ഈ വടയിൽ വരുന്നത് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്തോളാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് വലുതിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല എരിവ് കാണും. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ചെറിയ ബോളുകളാക്കി വയ്ക്കാം. ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തട്ടിയിട്ട് വട ഉണ്ടാക്കണം, സാധാരണ പരിപ്പോടെ ഉണ്ടാക്കുന്ന പോലെ. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി നോക്കി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇത് നമുക്ക് അകത്തൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. ഇനി ഉരുളയായിട്ട് ബോൾ പോലെയും ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. ഫലാഫൽ എന്നും പറയും ഇതിന്. നമ്മളിവിടെ ചന്ന വട, കടലവട ഇങ്ങനെയൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പരിപ്പൂടേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മതി, നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് വെച്ചെടുക്കാം, അതാണ് നല്ലത്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ മറിക്കരുത് കേട്ടോ, ഇത് പൊടിഞ്ഞു പോകും. ഇതെല്ലാം അങ്ങനെയാണ്, എണ്ണയിലിട്ട് ഉടനെ അത് മറിച്ച് കൊടുക്കാൻ പാടില്ല. ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ട് നല്ല മൊരിഞ്ഞോടെ നമുക്ക് മാറ്റണം. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോഴേ നമുക്ക് 2 സൈഡും നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടു, ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട്. ആ വടയുടെ കളറും മാറിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തോളാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ.
കണ്ടോ, നമ്മുടെ ചന്നാവട നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണല്ലേ. നമ്മളിപ്പം കടല കുതിർക്കാൻ ഇടണം, അത്രേ ഉള്ളൂ. സാധാരണ വീട്ടിലെപ്പോഴും നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ കടല കുതിർക്കാനിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ചൂടായി കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.